കൂട്ടുകാരെ, നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്. ഇതിൽ വെളുത്തുള്ളി ചതച്ചിട്ടേക്കും കേട്ടോ, ബാക്കിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടേക്കുന്നു. പിന്നെ കറിവേപ്പില, കുരുമുളക് ചതച്ചത്, കുടംപുളി, പിന്നെ അത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ചെമ്മീൻ, ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചേക്ക്. നമുക്ക് ചട്ടി ചൂടാവണേക്ക് മുമ്പ് ഓയിൽ ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നല്ല മഴയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചട്ടി ചൂടാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. ശരിക്കും മൂപ്പിക്കേണ്ട, നമുക്കൊരു ചെറിയൊരു പച്ചപ്പോട് തന്നെ ഇരിക്കട്ടെ. നമുക്കതിലേക്ക്, കാരണം വെച്ചാൽ ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കേണ്ടതാണല്ലോ. നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എരിവും പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി കഴുകി വെച്ചതുകൊണ്ട് ആ വെള്ളവും പുളിയും കൂടി ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്ക് അരമുറി മതി കേട്ടോ പുളി. അവിടെ ഇരുന്ന് നന്നായിട്ട് അതൊന്ന് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഷ്ണങ്ങളൊക്കെ ഒന്ന് ശരിക്കൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കുരുമുളക് ചതച്ചതാക്കാം. കുരുമുളക് ചേർക്കണം നിർബന്ധമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പകുതി വേവിച്ച് വെച്ചിരുന്ന ചെമ്മീനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം.